നിങ്ങൾക്ക് തോന്നുന്നു ഞാനിപ്പോൾ എന്തിനാ നടക്കണമെന്ന്. ഒരു ചെറിയൊരു നിധി കിട്ടാനുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തു. സ്റ്റേ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ മധ്യമഹേശ്വർ ടെമ്പിളിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ അവരും ഉണ്ട്. രാത്രി എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് കണ്ട് പരിചയപ്പെട്ട ആള്. ഞങ്ങളത് ഇപ്പോൾ സമയം 5 മണി 5:15 അങ്ങനെ ട്രെക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവിടെ 17 കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ട്. പോട്ടെ. രാവിലെ തന്നെ നല്ല അടിപൊളി വ്യൂസാണ്. എന്താ പറയുക, നല്ല തിളങ്ങി നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ട്രക്കിംഗ് പോയിന്റ്. ജസ്റ്റ് റിബൺ കെട്ടിയിട്ടുണ്ടല്ലോ, ഇതാണ് ട്രക്കിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് തോന്നുന്നുണ്ട്. അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. അത് തന്നെയാണ് ട്രക്കിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ കയറാനുള്ള പരിപാടി നോക്കണം. ഓക്കെ, ഇനി ട്രക്ക് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 10-17 കിലോമീറ്റർ 10-17 കിലോമീറ്ററിൻ്റെ ട്രക്കിങ്ങാണ് പരിപാടി. നോക്കട്ടെ, അച്ഛൻ പാറക്കെട്ടുകൾ ആ സൈഡ് നോക്കി നോക്കും. മോർണിംഗ് ബ്രോ, എല്ലാവരും ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഇടയിലൊക്കെ ഓരോ വെള്ളച്ചാട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആ മലയുടെ മുകളിൽ ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നുണ്ട്. സൗണ്ട് ഇങ്ങനെ കുത്തി കേൾക്കും. എന്താ ജസ്റ്റ് വെറുതെ ചെറുതൊന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് കാണുമ്പോൾ തോന്നും ഇതൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷെ ചെറുതല്ല. ഈ വെള്ളത്തിലെ 1.5 വെള്ളച്ചാട്ടമാണ്. ഇതൊക്കെ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ മണ്ണിലേക്കാണ്. ഇതൊക്കെ അവിടെ വന്നിട്ട് ഒന്നിച്ച് ചെയ്യും. ഈ മലമുകളിൽ പോകുന്ന വെള്ളമാണ് ഇതൊക്കെ അവിടേക്ക് എത്തുന്നത്. അവിടെ എത്തണം. അത്ര ദൂരം ഫുഡുണ്ടാക്കി എന്തൊക്കെ പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല. അവിടെ എത്തിക്കുന്ന ഒത്തിരി തണുപ്പായിരിക്കും. എന്താ പറയുക, ഒന്നുമില്ലാണ്ടാണ് എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളിത് ആദ്യം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര ഹാപ്പിയാണെന്ന്. ഇതാ അവിടേക്ക് തന്നെ, അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്തട്ടെ. അപ്പോൾ ഒത്തിരി ദൂരം ട്രക്ക് ചെയ്തു. ഇനിയും ട്രക്ക് ചെയ്യാറുണ്ട്. എന്താ പറയുക, ഇനിയും ട്രക്ക് ചെയ്യാറുണ്ട്. ഒത്തിരി ദൂരം ഇപ്പോൾ ട്രക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെ എത്തണം. ഞാൻ നേരത്തെ കാണിച്ച മൗണ്ടൻസ്, അത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ല, നോക്കിയിട്ടില്ല. നിങ്ങൾ നടന്നുകൊണ്ടേ പോവാണ്. നമ്മുടെ മുന്നിൽ ഫാമിലി ഉണ്ടായിരുന്നു, അവർ നടന്നു പോയി. നമ്മുടെ പയ്യൻചൂടെ ഉണ്ട്. ഇതാ ഒരാൾ അവിടെ നടന്നു പോണു. തൊട്ടപ്പുറത്ത് നല്ല മലയിൽ നിന്ന് കുത്തിയൊലിച്ച് വരുന്ന വെള്ളം. ഇത് പക്ഷേ ഇവിടെ ഗംഗയിലെത്തുമ്പോൾ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ. കാരണം ഓരോ സ്ഥലത്തുനിന്ന് ചളിയും കാര്യങ്ങളൊക്കെ കയറും. മൊത്തത്തിൽ ചേഞ്ച് ആവും. ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് നീല കളർ വെള്ളം ചെയ്യും. പക്ഷെ ഗംഗയിലെത്തുമ്പോഴേക്കും ഒരു ഏറെക്കുറെ തീരുമാനമാവും. പക്ഷേ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പ്യുവറാണ്. വെള്ളത്തിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ കഥ. ഒത്തിരി ദൂരം നടന്നു കഴിഞ്ഞു. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്, 5 മണി ആ സമയത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ചെറിയൊരു കട ഉണ്ട്. ഒരു ചെറിയ കടയിൽ കയറിയിരിക്കുക. ഇവിടുത്തെ ആൾക്കാരായാലും എന്തായാലും മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം സന്തോഷവും ഭംഗിയും എല്ലാം. ജസ്റ്റ് ഒന്ന് അവിടെ നോക്കി നോക്കി, ഒരു ഭാഗത്ത് വെയിൽ, ഒരു ഭാഗത്ത് തണല്. ആ ഒരു ഇത് ഞാൻ മുന്നേ കണ്ടത് ഒമാനിലാണ്. ഒമാനിൽ ഇങ്ങനെ ഒരു ഭാഗത്ത് വെയിൽ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാണുമ്പോൾ എന്ന് വെച്ചാൽ മൊത്തം പച്ചപ്പല്ലേ. അവിടെ മൊത്തം മറ്റേ മരുഭൂമിയാണ്. ഇവിടെ മറ്റേ പച്ചപ്പായതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഒത്തിരി ഭംഗിയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ വീഡിയോസിൽ പരമാവധി നല്ല നല്ല ഷോട്ട്സുകൾ കൊണ്ടുവരാൻ വേണ്ടി നോക്കും, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ ഇനി ഫുഡ് അടിക്കണം, എന്തെങ്കിലും കഴിക്കട്ടെ. केरला से
नेपाल से नेपाल നല്ലൊരു ചേച്ചിട്ടോ നമ്മൾ നല്ല പെരുമാറ്റം. അമ്മ നമുക്കൊരു ചട്നി കൊണ്ടുവന്നു. ചട്നി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെ പൊന്നു കിടിലൻ ചട്നി. 5 സ്റ്റാർ ഹോട്ടൽ പോലെ ഇങ്ങനത്തെ ചട്നി കിട്ടൂല. അത്രയ്ക്കും സൂപ്പർ ചട്നി. ഓ പൊളി പൊളി. ഹൗ ഇസ് ദിസ് ചട്നി? അതെ 10 കൊടുക്കാം. അത്ര അടിപൊളി ചട്നിയാണ്. നല്ല ടേസ്റ്റ്. ഞാൻ നിൽക്കുന്ന സ്ഥലം രണ്ട് ലാംഗ്വേജ് വരുന്നുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ ഒന്ന് ഗഡ്വാലി ഇതൊന്ന് കുമോണി. അപ്പം ഞാൻ നിൽക്കുന്നത് ഗഡ്വാലി ആ ഒരു ഭാഗത്തെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ലാംഗ്വേജാണ്. അപ്പം ഇവിടെയുള്ള ഒരു വേറെ ലാംഗ്വേജാണ്. അവിടെ ഉള്ള ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹിന്ദിയായിട്ട് എന്താ പറയുക ചെറിയ വ്യത്യാസം. അപ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവർക്ക് ഓക്കെ. ചെറിയൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതാ ഈ ഒരു റോപ്പിലാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. ഇവിടെ റോപ്പ് കാണാല. ഇല്ല ഇതില് നമ്മള് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഓരോരുത്തരായിട്ട് പോകാൻ പറ്റുള്ളൂ. ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവും. അങ്ങനെയാണ്. ആകെ ഒരെണ്ണേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൽ വേണം പോകാൻ. അതിൽ പോകണ വീഡിയോ കാണിച്ചു തരാം. അടിപൊളിയാണ്. അപ്പം അതെ കയറിയിട്ടുണ്ട്. ഫോണ് നിലത്ത് കൂടാൻ പൂട്ടോ. അപ്പം അതുകൊണ്ട് കുറച്ച് സേഫായിട്ട് ശ്രദ്ധിക്കുക. സേഫായിട്ട് കുടിക്കാനുള്ള വെള്ളം പിടിച്ചു. കാരണം ഒത്തിരി ഉണ്ട് നടന്ന് കയറി കാണാൻ. ഇനിയും 8 കിലോമീറ്റർ ട്രാവൽ ആക്കിയത്. ട്രക്ക് ചെയ്യാനുള്ള ഷൂവൊന്നുമില്ല. ചെരുപ്പ് മാത്രമേ ഉള്ളൂ. ഓൺലി വള്ളിച്ചെരുപ്പ് വെച്ച് ട്രക്ക് ചെയ്യും. നമ്മൾ റിച്ച് ഒന്നല്ല, പിച്ചയാണ്. നമുക്ക് പോകുമ്പോ ഒത്തിരി കാഴ്ചകൾ കാണുന്നുണ്ട്. ഒരു പൂവ് ഞാൻ കാണിച്ചുതരാം. എന്ത് ഭംഗിയാ നോക്കണം പൂവ്. നോക്കിയാ എന്ത് ഭംഗിയാ പൂവ് കാണാൻ. ഇനി എത്ര കിലോമീറ്ററിൻ്റെ അറിയില്ല. നേരത്തെ അവിടെ എഴുതി വെച്ച് ബോർഡ് നോക്കിയിട്ടാണ് കിലോമീറ്റർ പറഞ്ഞ്. ഇനി എത്ര ഉണ്ട് അറിഞ്ഞൂടാ. ഓ ഒത്തിരി ആൾക്കാർ കുതിരയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുതിരയിൽ അത് കുറച്ച് പ്രായമായ ആൾക്കാരാണ്. കുതിരയിൽ വരുന്നതിന് നല്ലത് കുറച്ച് ട്രക്ക് ചെയ്തിട്ട് വരികയുള്ളൂ. അതാകുമ്പോൾ ഒത്തിരി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ എക്സ്പ്ലോർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു. ഹോം സ്റ്റേ ആണ് ഇതൊക്കെ. താമസിക്കാനുള്ള ഹോം സ്റ്റേ പരിപാടികളാണ്. അല്ല പഴഞ്ചൻ. ഓക്കെ ഇനി നടക്കട്ടെ. ഗൂഗിൾ അമ്മച്ചി നമ്മളതിനെ പറ്റിച്ചു. ഇനിയും കിടക്കുന്നുണ്ട് 5 കിലോമീറ്റർ 5.550 കാണുന്ന മരം വാൾനട്ടിന്റെ മരമാണ്. ചെറുതായിട്ടുണ്ട് ഇവിടെ കാണുന്ന. ഇതിൻ്റെ അകത്താണ് ഉണ്ടാവുക. മരിച്ചു ഗായ്സ്. മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മരിച്ചു. ഒരു ശവപ്പെട്ടി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവാ. അയ്യോ ഇനി കുറച്ച് നേരം കാണേ. ഇതൊക്കെ അല്ലേ കാണണ്ടേ.
അല്ലാണ്ട് പെന്നെ മാത്രം കണ്ടിട്ട് എന്താ കാര്യം? കൈ വരക്കണ നോക്കണ്ട കേട്ടോ, ഇതൊക്കെ നിങ്ങൾക്കുള്ളതാ, ഇതൊക്കെ കാണണം. ഓ ഇനി ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. മക്കളെ എല്ലാവരും താഴെ നോക്കിയൊക്കെ നമ്മൾ തന്നെ വരണം. ഇതൊന്നല്ല കേട്ടോ, ഇതൊന്നല്ല അപ്പുറത്തേക്ക് ഇനി അങ്ങോട്ട് ഒത്തിരി ദൂരമുണ്ട്. ഇനിയും ഒത്തിരി ദൂരമുണ്ട്. എത്ര ദൂരമാണ് കണക്കൊന്നും അറിഞ്ഞൂടാ. കാരണം മാപ്പിൽ നോക്കുമ്പോൾ ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്ന 5 കിലോമീറ്റർ 4 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് വാക്കിംഗ് സ്റ്റിക്ക് ഇതാണ് ഒരെണ്ണം വെറ്റി അവിടെ നിന്ന്. കാരണം മറുപടി നിവർത്തിയില്ല. ഞാൻ പറയട്ടെ, എക്സ്പ്ലോറിങ്ങിൻ്റെ അങ്ങേയറ്റാണ്. പക്ഷെ നന്നായിട്ട് റിസ്ക് എടുക്കണം, ടയേർഡാവും. ഒത്തിരി ആൾക്കാരും എനിക്ക് തോന്നുന്നു ഈ വഴി കൂടെ ഒത്തിരി ആൾക്കാരൊന്നും വരുന്നില്ല. പക്ഷെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക, ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമാണ് കൂടുതലും ഈ വഴി വരുന്നുള്ളൂ. നമ്മൾ ഒരു ലൊക്കേഷൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ല. ഇതാണ്ടോ, ഇവരൊക്കെ ഫാമിലീസാണ് ട്രക്ക് ചെയ്ത് വരുന്നുണ്ടോ. ഇനിയുമുണ്ട് 3.550 മീറ്റർ, 3 കിലോമീറ്റർ 550 മീറ്റർ. ഓക്കെ, ഈ ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഫീൽ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതൊത്തിരി ഭംഗിയാണ്. നോ ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. മൊത്തം മരങ്ങൾ, നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ. ആ മരങ്ങൾ എന്താ പറയുക, മരങ്ങളുടെ വേരിങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ട്. അതിലിങ്ങനെ പച്ച ഇലകളിങ്ങനെ തൂങ്ങി നിൽക്കുക. ഇലകളല്ല, പൂപ്പലില്ലേ, പച്ച പൂപ്പൽ. കാരണം ഇവിടെ ഏറെക്കുറെ എപ്പോഴും തണുത്ത പ്രദേശം, അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. മൊത്തം സ്മോക്കാണ് പോകുന്ന വഴി മൊത്തം. എൻ്റെ ചെവിയൊക്കെ അടഞ്ഞു, മൊത്തത്തിൽ ക്ഷീണിച്ചു. ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എത്തണം, നമുക്കതാണല്ലോ ലക്ഷ്യം. ശരിക്കട്ടെ, ഇനിയൊരു 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. 1 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അറിയില്ല, നോക്കട്ടെ. ഓ അപ്പൊ നമ്മളെ ഏറെക്കുറെ ലൊക്കേഷൻ എത്തി. ഭയ്യാ ക്യാ സീനിലൊക്കെ. ഓ ഇതാണ് കേട്ടോ, കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവിടേക്ക് അടുത്തേക്ക് പോവാ. ഓ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ചെറുതായിട്ട് ഇങ്ങനത്തെ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക. ഇവിടെ തന്നെ കൃഷി ചെയ്ത്, കാരണം ഇത്രയും വലിയ മലയുടെ മുകളിൽ കൂടെ ഇവർ പുറത്തൊക്കെ പണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇവിടെ തന്നെ ഈ മലക്ക് ചുറ്റും छोटा वाला यूट्यूब छोटा वाला എനിക്ക് ഈ വീടും സ്ഥലമൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടോ. നോക്കി നോക്കി ഈ വഴിയൊക്കെ നോക്കി നോക്കി, ചെറിയ കല്ലിട്ട വഴി, അതിലിങ്ങനെ ചെറിയ പച്ചപ്പ്, എന്ത് രസമാണ് കാണാൻ. ഇതാണിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന മദ്മഹേശ്വര അമ്പലത്തിന്റെ മെയിൻ ലൊക്കേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അമ്പലം, ഈ കാണുന്നതാണ് മദ്മഹേശ്വര അമ്പലം. അപ്പോൾ മൊത്തം സ്മോക്ക് വന്ന് മൂടിയിട്ട് ആകൊന്നും കാണാണ്ടാണ്. ഇതിന്റെ അപ്പുറത്ത് ആ കാണുന്ന അവിടെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി, പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡ് ഒരു കുതിര ഉണ്ട്. പിന്നെ ഈ സൈഡ് ഇവരുടെ ഹോം സ്റ്റേയും പരിപാടികളൊക്കെയാണ്. ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യുന്നതെന്ന് വെച്ചു. ഞങ്ങൾ കൂടുതലും സ്റ്റേ ഉണ്ടാവില്ല, എനിക്ക് തോന്നുന്നത് നമ്മളെന്തെങ്കിലും കഴിച്ചിട്ട് ജസ്റ്റ് അപ്പം തന്നെ പോവാനുള്ള പരിപാടി പ്ലാൻ ചെയ്യും.
ഇതാ ഈ സൈഡിലൊക്കെ പുല്ലുകളാണ്, പുല്ലുകൾ അതേപോലെ കൃഷിയും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എവിടെയോ കിടക്കുന്നത്, ഞാൻ ഇവിടേക്കുള്ളിൽ എത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ സൂപ്പർ. അപ്പോൾ ഇതാണ് മധുമഹേശ്വർ ടെമ്പിൾ. ഇവിടുത്തെ ഏറെക്കുറെ അമ്പലങ്ങളൊക്കെ ഒരുപോലെയാണ് എന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇത് കുറച്ച് മലയുടെ മുകളിൽ അത്രയ്ക്കും വലിയത്, അത്രയ്ക്കും എന്താ പറയുക കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ താഴത്തൊക്കെ സെയിം രൂപമാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കും വലുതല്ല. പക്ഷെ ഇതൊരു ഒന്നൊന്നര വലിയ അമ്പലമാണ് മധുമഹേശ്വർ. ഏറെക്കുറെ ഞാനിവിടെ എത്തി. അപ്പോൾ ഇതാ ഞാൻ ടെമ്പിള് ജസ്റ്റ് കണ്ടോ. ഇതിൻ്റെ ചുറ്റൂറ് എന്താ പറയുക, നല്ല പച്ചപ്പും നല്ല മഞ്ഞും പരിപാടിയൊക്കെയാണ്. ഇതാ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു എന്താ പറയുക നമ്മുടെ ദൈവത്തിൻ്റെയൊക്കെ ഇത് വെച്ചിട്ടൊരു വെള്ളച്ചാട്ടം പോലെ. ഇതാ പഴയ വന്നിട്ട് ഞാൻ ആരും മധുമഹേശ്വർ കണ്ടില്ല എന്ന് പറയരുത്, ഞാൻ നന്നായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് മധുമഹേശ്വർ ടെമ്പിള്. ഓ, ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഭാഗ്യവാന്മാരാണ്. എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു അമ്പലം, ആ അമ്പലത്തിൻ്റെ അടുത്ത് അവർക്ക് സ്വന്തമായിട്ട് വീട്. ഓ, ഇറ്റ്സ് അമേസിങ്. ദിസ് ഈസ് മധുമഹേശ്വർ ടെമ്പിൾ. अच्छा प्लेस है. कितना तो ट्रैकिंग. दिस इज ये वाला मधुमहेश्वर टेम्पल मालूम है, पहले नहीं देखा. ओके അടിപൊളിയാണ്. എന്താ പറയാ, അയ്യോ ഇതൊക്കെ നേരിട്ട് വന്ന് കണ്ടില്ല. കാരണം ഞാൻ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് നേരിട്ട് വന്ന് കാണണ്ട, മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് മധുമഹേശ്വർ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തുംഗ്നാഥാണ്. ഇത് കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് തുംഗ്നാഥിലേക്കാണ്. പക്ഷെ ഇവിടുന്ന് എപ്പം ഞാൻ താഴ്ത്തെത്തുന്ന എനിക്ക് അറിഞ്ഞൂടാ. താഴ്ത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇങ്ങനെ പതുക്കെ 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 ഹിച്ചേക്ക് ചെയ്തിട്ട് ഞാൻ തുംഗ്നാഥിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്താ ഇത്രയും നേരം കഷ്ടപ്പെട്ട് എത്തിയതിന് ഫലം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്യുവറായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഒത്തിരി എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ നല്ല നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അമ്പലത്തിൽ ഇങ്ങനെ ചന്ദനത്തിന്റെ സ്മെല്ലില്ലേ, ആ ഒരു സ്മെല്ല് എനിക്ക് എവിടെന്നോ കിട്ടുന്നുണ്ട്. ചന്ദനം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ചന്ദനം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ, ഇവിടെ എവിടെയോ ചന്ദനം ഉണ്ട്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരം. ഓ, ഇത്ര സ്മോക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, എൻ്റെ കയ്യിൽ തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഞാൻ വെറുതെ ഇട്ടിരിക്കുന്നത് ഒരു ബനിയനും ഇത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ എങ്ങനെയാണ് നിൽക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒന്നുമില്ലാണ്ട് ഞാൻ വന്നത്. ഒന്നാമത് എൻ്റെ അടുത്ത് ഒന്നുമില്ല. കാരണം ഞാൻ വെറുതെ ജസ്റ്റ് ഡ്രസ്സ് ടീഷർട്ടും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ നിന്ന് ലോക്കാവും. അമ്പലത്തിൻ്റെ ഫുൾ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് ബാക്ക് സൈഡാണ്. ഞാൻ നേരത്തെ കാണിച്ചത് റൈറ്റ് സൈഡാണ്. ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ, ഇത് സോറി ഇത് ലെഫ്റ്റ് സൈഡ്. ഇത് അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ഇപ്പം ഞാൻ വരുമ്പോൾ ഇത്രത്തോളം സ്മോക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്മോക്ക് മൊത്തം വന്ന് മൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഒത്തിരി വന്ന് മൂടി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണൊന്നും കാണൂല. അതുമാതിരി ഞാൻ വീഡിയോസ് എടുക്കട്ടെ. അപ്പോഴേക്കും this is the best time. അമ്പലം ഓപ്പൺ ആക്കാൻ പോവാണ്. ഇനി കുറച്ച് നേരത്ത് കാണട്ടെ. അകത്തേക്ക് ദർശനത്തിന് പോവാണ്. അകത്തെ വീഡിയോ എടുക്കാൻ പറ്റുമ്പോൾ പോവില്ല, പറ്റുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പോവാണ്. ഓക്കെ ബൈ. ഇതാ ദർശനം ഉണ്ട് ഇപ്പോൾ. ഓക്കെ ബൈ. കണ്ടാലും മതി വരാത്തൊരമ്പലം. ഞാൻ ഇത് മുൻകൂട്ടി കണ്ടിട്ടോ ഒന്നും വന്നതല്ല. പക്ഷെ എനിക്ക് എന്തോ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലം കണ്ടാലും ഒട്ടും മതി വരുന്നില്ല. കേട്ടോ, ഈ കാണുന്നതാണ് അമ്പലം. എൻ്റെ പൊന്നോ, എനിക്ക് ദർശനം കിട്ടിയിട്ടോ. ഞങ്ങൾ ദർശനമൊക്കെ മേടിച്ചു, അകത്ത് കയറി തൊഴുതു. ഇത് തണുപ്പറിയോ, അയ്യോ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ വന്ന് കാണണം. ഇതൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാലാണ് ഇത് ഭംഗിയുള്ളൂ. ഒരിക്കലും ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയേ ചെയ്യരുത്.
ഇതെങ്ങനെയാണോ അത് വന്ന് കാണുക, കണ്ടാലാണ് ഞാൻ ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് ട്രാവൽ ചെയ്ത് വന്നിട്ട് എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു 1.5 വൈബ് കിട്ടി. വൈബ് എന്ന് പറയാൻ പറ്റില്ല, പോസിറ്റീവ് എനർജി. ആ സാധനം കയ്യിലുണ്ട്. ആ സാധനം കയ്യിലുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ വന്ന് കയറിയത് അത്രയ്ക്കും പറ്റ ടയേർഡായിട്ടാണ് വന്ന് കയറിയത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞോട്ടെ, അതൊക്കെ പോയി, ഇതൊക്കെ കാറ്റിൽ പറന്നു പോയി. ഇവിടെ വന്നിട്ട് ഞാൻ വേറെ ലോകത്തായി. എനിക്ക് ഒരു ക്ഷീണമില്ല, ഞാൻ ഓക്കെയാണ്, പക്ക ഓക്കെയാണ്. എനിക്കൊരു ക്ഷീണം എന്ന് പറഞ്ഞ സാധനമില്ല. ഞാൻ ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ tired just gone. മധുമഹേശ്വർ ഇങ്ങനെ വന്ന് മൂടും സ്മോക്ക്. ഞാൻ ഇറങ്ങാനുള്ള പരിപാടി നോക്കും. ഇപ്പോഴല്ല, ഒത്തിരി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് മാത്രം ഞാൻ ഇറങ്ങുള്ളൂ. ടടയെ തന്നെ ഞാൻ ഇവിടെ ഇറങ്ങൂല. കാരണം എനിക്കിവിടെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തടുത്ത് ഇങ്ങനെ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ബൈ. ഇപ്പോൾ ഇവിടെ മഴ ചാരി തുടങ്ങി. ഞങ്ങൾ എവിടെയെങ്കിലും കുറച്ച് നേരം നിന്നിട്ട് ഇറങ്ങാൻ. മഴ ചാറി. ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കണം. നല്ല മഴ ഉണ്ട്, നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി റിട്ടേൺ ട്രക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മാഗി മേടിച്ചു. ഒന്നല്ല, ഞങ്ങൾ 3 ആളുണ്ട്. ഞങ്ങൾക്ക് കൂടി മാഗി മേടിച്ചു. ഈ ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് മാഗി കഴിക്കുകയാണ്. എന്താ വൈബില്ലേ. ഇവിടെ ഉള്ളവർക്ക് മൊബൈൽ ഫോൺ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ സോളാറും പരിപാടിയൊക്കെ ഉണ്ട്. കാരണം ഇവർക്ക് ചിലപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ചാർജ് ചെയ്യാനും പരിപാടിക്കൊക്കെ സോളാർ പരിപാടി ഉണ്ട്. ഈ വെള്ളമൊക്കെ, ഈ കാണുന്ന വെള്ളമൊക്കെ കണ്ടോ, ഇപ്പോൾ ഈ വരുന്ന വെള്ളം ഇതൊക്കെ ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്നതാണ്. ഈ പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ നല്ല ഫോഴ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ഐ ലവ് ദിസ് പ്ലേസ്, മധുമഹേശ്വർ. ഓക്കെ ബൈ. ഞാൻ ഇറങ്ങുന്നത്. ബൈ 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 ബൈ. ഞങ്ങളായി ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യാണ്ട് എനിക്ക് തോന്നുന്നൊരു 4 മണിക്കൂറോളം താഴത്തേക്ക് ഹിച്ചേക്കാണ്ട്. അപ്പോൾ 5 മണിക്ക് അവിടെ ക്രോസ് ചെയ്യും. നമ്മുടെ ഞാൻ രാവിലെ കാണിച്ച മറ്റേ റോപ്പ് പറ്റില്ലേ, 5 മണിക്ക് ക്രോസ് ചെയ്യും. അതിന് മുന്നേ അവിടെ എത്തണം. അതിന് മുന്നേ എത്താൻ പറ്റുമെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു. പരമാവധി എത്താൻ പറ്റുന്ന രീതിക്ക് പോകണം. എത്താൻ പറ്റില്ല എന്നാണ് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത്. നോക്കാം. ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, പോവാം. അപ്പോഴാണ് ഇതിങ്ങനെ ഫ്രണ്ടിക്ക് ഇവിടെ നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. എവിടേക്കാണ് ഒറ്റയ്ക്ക് പോകണം അറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും നാഥൻ ഉണ്ടാവുമായിരിക്കും. വരുന്നുണ്ട്, ഒരാൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതതിൻ്റെ നാഥനാണ്. എൻ്റെ തലയിൽ കവർ നോക്കണ്ട, ചെറിയൊരു മഴയുണ്ട്, അതുകൊണ്ട് ഇട്ടാലും ഈ ടീഷർട്ട് പിന്നെ അവരോടെയാണ് തണുത്തുകൊണ്ട് വന്നത്. എൻ്റെ കയ്യിലൊന്നുമില്ല. ഇത് ഞങ്ങളുടെ കൂടെ രാവിലെ ഉണ്ടായിരുന്നാണ്. കവർ കളയട്ടോ, കളയുന്നില്ല, എടുത്തേക്കുന്നുണ്ട്, ആവശ്യം വരും. അപ്പോൾ ഇത് ഞങ്ങളിവിടെ രാവിലെ ഉണ്ടായിരുന്നതാണ്. അവർ പിന്നെ ഒരു ഫാമിലിയാണ്. പക്ഷേ ട്രക്കിങ് അവർ ഒത്തിരി സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. ട്രക്കിങ് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ ഇത്രയ്ക്ക് വന്നത്. ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾ ചടപടാതെ കയറി. ഇപ്പോൾ വീടാണ് ചടപടാതെ കയറി. അവരിപ്പോൾ കയറുന്നുള്ളൂ. അവരിന്ന് രാത്രി അവിടെ സ്റ്റേ ആയിരിക്കും. ഞങ്ങൾ ഇരുട്ടാകുമ്പോഴേക്കും താഴ്ചത്തള പരിപാടി നോക്കണം. അപ്പോൾ ഗായ്സ് ഏറെക്കുറെ ഇതാ താഴെ എത്താറായി. ഓ, അവിടെ നിന്നിട്ടില്ല, ഡയറക്റ്റ് ഇറങ്ങായിരുന്നു. അപ്പോൾ ഏറെക്കുറെ നമ്മൾ റോപ്പിനടുത്ത് എത്താറായി. പക്ഷെ റോപ്പ് സ്റ്റോപ്പാക്കിയെന്ന് അറിഞ്ഞൂടാ. റോപ്പ് സ്റ്റോപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കാവും. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരും. ടെൻ്റ് എടുത്തിട്ടില്ല, അപ്പോൾ മൂഞ്ചി. അപ്പോൾ ഇറങ്ങട്ടെ. ഏറെക്കുറെ ഇറങ്ങാറായി. അവിടെ അഞ്ചാണ്ട കണ്ടോ. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ നമ്മൾ റോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആണ് വടിയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് അടിക്കാൻ.
20 मिनट बस, 20 मिनट ज्यादा है। क्या? 5 बजे का 20 मिनट ज्यादा है। ओ टायर्ड भैया। 1.5 घंटे में आए हम, 1.5 घंटे में नीचे। ओ കാലൊക്കെ വരക്കുന്നേ। ओके 5 किलोमीटर दूसरा। उसके बाद वो है slowly this time this time slowly because we have to climb. yeah അപ്പോൾ റോപ്പിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ എത്തി. ഞങ്ങൾ 6 മണി 5 മണിക്ക് എത്തുന്ന വിചാരിച്ചു, പക്ഷേ 5:20 ആകുമ്പോൾ എത്തി. പക്ഷേ റോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞു. ഞാൻ ഇന്നത്തേക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ വ്ളോഗ് നിർത്തുന്നു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എത്രത്തോളം പറ്റിയായിട്ടുണ്ട്. ഓക്കെ ബൈ. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാ വന്ന വെള്ളച്ചാട്ടത്തിനവിടെ എത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ടോർച്ചൊക്കെ വേണം, ഫുള്ള് ഇരുട്ടാണ്, ഒന്നും കാണില്ല കേട്ടോ. കണ്ടോ അപ്പോൾ അതിന് ടോർച്ച് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിച്ചോ.